ഹായ്. അപ്പോൾ ഇപ്പം കണ്ടൻറ് എന്താണ്, രേണുസുതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും ഇഷ്ടമല്ലല്ലോ രേണുസുതിനെ. എന്ത് പറഞ്ഞാലും കുറച്ച് ആൾക്കാരുള്ളൂ രേണുസുതിനെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ. ബാക്കിയെല്ലാം രേണുസുതിയാണോ അങ്ങനെ കെട്ടിയൊരു മരിച്ചു കഴിഞ്ഞ് അങ്ങനെയായി ഇങ്ങനെയായി പറയാൻ ഒത്തിരി ആൾക്കാരുണ്ടായിരുന്നു. പിന്നെ പുള്ളിക്കാരി അതേ രീതിയിലേക്ക് ആൾക്കാരുടെ കണ്ണിനെ തോന്നിപ്പിച്ചു. അത് കൊണ്ടിട്ടായിരിക്കും, ഇല്ലാണ്ട് ചുമ്മാ അങ്ങനെ ആരും പറയുമൊന്നുമില്ല. പക്ഷെ ഇപ്പോൾ അത് കണ്ടപ്പം ആൾക്കാർക്ക് ഭയങ്കര വിഷമേന. പുള്ളിക്കാർക്ക് സുഖമില്ല, ക്യാൻസർ. ഇപ്പോൾ ചിലവർ പറയുന്ന ആൾക്കാരുണ്ട് അങ്ങനെയാണ് അങ്ങനെ പള്ളിയിലെ അച്ഛനെ പറ്റിച്ചു, അവരെ പറ്റിച്ചു, ഇവരെ പറ്റിച്ചു, മക്കളെ പറ്റിച്ചു എന്നൊക്കെ പറഞ്ഞ് കുറേ ആൾക്കാർ. ഇപ്പം എന്ത് ചെയ്താലും നെഗറ്റീവ്. ഇപ്പോൾ സാധാരണക്കാരൻ്റെ ജീവിതത്തിലേക്ക് ആരും പോയി കടന്നും ചെന്ന് നോക്കില്ല. നിങ്ങൾ എന്താ ചെയ്യുന്നത് അങ്ങനെ. ഇപ്പോൾ ഒരു സെലിബ്രിറ്റി ആയി കഴിഞ്ഞാൽ അവർ എല്ലാ ഇസറ്റ് വരെ അവർ നോക്കും. നിങ്ങൾ അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറയും നോക്കും. അത് അവരതൊക്കെ അറിഞ്ഞിട്ടാണ് അതിനകത്ത് കയറി വരുന്നത്, സെലിബ്രിറ്റി ആയിട്ട് വരുന്നത്. ഇപ്പോൾ പുള്ളിക്കാരിക്ക് അത് ക്യാൻസറായിട്ട് പുള്ളിക്ക് ഭയങ്കര സങ്കടം. ഏതോ പുള്ളിക്കാരിയായിട്ട് നേരത്തെ പുള്ളിക്കാരിക്ക് അറിയാൻ തോന്നുന്നു. അതിപ്പോൾ ആരോ അറിഞ്ഞ് അത് പുള്ളിക്കാരി ചിലപ്പോൾ കുറേ പേർ ഇങ്ങനെ പറഞ്ഞു കാണും, അവർ ചുമ്മാ നെഗറ്റീവ് ചുമ്മാ ഇത് സിമ്പതി ഉണ്ടാക്കാൻ വേണ്ടി പറഞ്ഞു കാണും. ഇതൊക്കെ സിമ്പതി, ഒരാൾക്ക് ക്യാൻസറിനൊക്കെ പറഞ്ഞ് അതൊക്കെ സിമ്പതി ഉണ്ടാക്കാനല്ല. അത് അവരുടെ ജീവനാണ്. അതൊരാൾ അങ്ങനെ വന്ന് പറയുമൊന്നുമില്ല. അപ്പോൾ അതൊക്കെ അതൊന്നും കളിയാക്കരുത്, അവർക്ക് ഇതാക്കരുത്. ആർക്ക് വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും സംഭവിക്കാം. ആർക്കും വരാൻ പാടില്ല എന്നില്ല, ആർക്ക് വരുവേ ഇല്ലെന്ന് പറയാനും പറ്റില്ല. അപ്പോൾ അങ്ങനെയൊക്കെ കളിയാക്കരുത്. ഇനിയിപ്പോൾ അവരുടെ ഒരു തള്ളാണ്, അവർ നുണ പറയാണ്. ഇനിയിപ്പോൾ ആൾക്കാരുടെ സിമ്പതി ഇപ്പോൾ ഇങ്ങനെയും പറയുന്നത് കിച്ചു ഇങ്ങനെ മീഡിയക്ക് മുമ്പ് വന്ന കാരണം ഇനിയിപ്പോൾ പുള്ളിക്കാരി പിടിച്ച് നിൽക്കാണ്ട് ഇങ്ങനെ ചെയ്യുന്നതാണ് ഇങ്ങനെ പറയുന്നതാണൊക്കെ അങ്ങനെ കുറേ പേർ അങ്ങനെ അവർ ഇങ്ങനത്തെ ഒരു ഇത് വരുമ്പോൾ അവരെ ഇങ്ങനെ മാനസികമായിട്ട് നിങ്ങൾ താഴ്ത്തരുത്, അവരുടെ കൂടെ നിൽക്കണം എന്നൊക്കെ അങ്ങനെ കുറേ ആൾക്കാർ. എങ്ങനെ ആയിരുന്നാലും ക്യാൻസർ എന്ന് പറഞ്ഞ ഒരാൾ ഏതൊക്കെയാണ് ജീവിതം വെച്ച് കളിക്കില്ല, അത് പറയില്ല, കള്ളം പറയുമൊന്നുമില്ല. അപ്പോൾ അവരുടെ സുഖം ഭേദമായി വരട്ടോ. എല്ലാവരും പ്രാർത്ഥിക്കാം. നമ്മൾ അതൊക്കെയല്ല ചെയ്യാൻ പറ്റുള്ളൂ. ഇല്ലാണ്ട് ഇവർ കുറേ നെഗറ്റീവ് ഉണ്ടാക്കിയിട്ടുണ്ട് എല്ലാം ചെയ്ത് അതൊക്കെ ഓരോ ആൾക്കാർ എല്ലാവരും മറക്കാം. ഒരാൾക്ക് സുഖമില്ലെന്ന് മനസ്സിലായി കഴിഞ്ഞാൽ നിങ്ങളിപ്പോൾ എന്തോ ഒരു ശത്രു വച്ചുകൊണ്ടിരുന്നാലും അതൊക്കെ മറക്കുക. അവരുടെ പാട്ടൊക്കെ പോട്ടെ, അവരുടെ ജീവിതമായി അവരെ എന്തും കാണിച്ച് കൂട്ടട്ടെ. ചിലപ്പോൾ അവർ ജീവിക്കേണ്ടി, ചിലപ്പോൾ നമ്മൾ ഇങ്ങനെ ജീവിച്ച് നമ്മൾ എന്തൊക്കെയാണ് ചിലവർക്ക് ആഗ്രഹം ഉണ്ടാവും, ഞാനും ഒരാളാവണം, ഇങ്ങനെ ആവണം. കുറേ പേര് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ രേണുസുതി മാത്രമല്ല ചെയ്യണേ, കുറേ ആൾക്കാർ ഇത് കണ്ടി സെലിബ്രിറ്റി ആക്കാണ്ട് കുറേ കോസ്റ്റൊക്കെ ചെയ്യുന്നുണ്ട്, എല്ലാം ചെയ്യുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ അതിനകത്ത് രേണുസുതിനെ മാത്രം, എന്നാൽ രേണുസുതിനെ പെട്ടെന്ന് ആൾക്കാർ കാണാൻ പറ്റുന്ന സുധി ചേട്ടനെ വെച്ചിട്ടാണ് രേണുസുതിനെ പെട്ടെന്ന് കാണണേ. മറ്റുള്ളവർ അങ്ങനെയല്ല, അവർ സ്വന്തമായിട്ട് നിലനിൽക്കാണ്ടി അവർ കുറേ കാട്ടായും കാട്ടുന്നുണ്ട്. ബിഗ് ബോസിലെ പോക്ക് കുറേ കാട്ടായും കാട്ടുന്നുണ്ട്, എല്ലാം കാണുന്നുണ്ട്. ഇതിങ്ങുമ്പോൾ പുള്ളിക്കാരിക്ക് രേണുസുതിന് മുമ്പിൽ നിൽക്കുവാണ്. അത് കാരണം പുള്ളിക്കാരിയായിട്ട് സ്വന്തമായിട്ട് ഒരു അഭിപ്രായം ഒന്നും പറയാൻ പറ്റില്ല. പിന്നെ ആൾക്കാർ പറയുന്നത് നീ സുധീനെ വെച്ചിട്ടല്ലേ നീ വന്നേ, സുധി ഇല്ലാണ്ട് നീ ഇങ്ങനെ വന്നേ, അങ്ങനെയൊക്കെ പല ആൾക്കാർ പറയാറുണ്ട്. അപ്പം രോഗത്തെ വെച്ച് ആരും കളിയാക്കാതിരിക്കുക. ഇതിനു മുമ്പ് നമ്മളെല്ലാവരും ചിലപ്പോൾ പറഞ്ഞു കാണും, അതൊക്കെ അങ്ങോട്ട് വിടാം. അത് കഴിഞ്ഞപ്പോൾ ഇപ്പോൾ അവർക്ക് സുഖമില്ല. അപ്പോൾ അവരുടെ രീതിയിലേക്ക് അവർക്ക് ആശുപത്രിയിൽ പോയി അവരുടെ സുഖം പേരാവട്ടും. അപ്പോൾ അവർ അങ്ങനെ ജീവിക്കട്ടെ. അവർക്ക് ഒരു മകനുണ്ട്. ഇപ്പോൾ എത്രയേറെ കിച്ചു അവരുടെ മകനില്ലെന്നാലും എന്നും ഒരു ദിവസം മോണാവാതിരിക്കൂല. അച്ഛൻ്റെ ഒരേ അച്ഛനാണ്. അപ്പോൾ അതും അവർക്ക് മകനില്ലാതെ ആവില്ല. ഇനിയിപ്പോൾ ആ കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ അമ്മേനെ കാണാൻ പോകാം, ഇങ്ങനെ അറിഞ്ഞപ്പോൾ അമ്മേനെ കാണാൻ പോകാം, ഒന്നിച്ചേരാം. എന്തായിരുന്നാലും ഒരു സുഖമില്ലാത്തപ്പം എല്ലാവരുടെ പ്രാർത്ഥനയും ഉണ്ടാവട്ടെ, എത്ര പെട്ടെന്ന് സുഖമാവട്ടെ അവർക്ക്. അവർ നല്ല രീതിയിലേക്ക് മുമ്പോട്ട് പോട്ടെ. കളിയാക്കാതിരിക്കുക. ഒരാൾക്ക് ഇങ്ങനെ വന്നെന്ന് പറഞ്ഞ് കളിയാക്കാതിരിക്കുക. അപ്പം പിന്നെ മീഡിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്കാണ്ടി എന്തെങ്കിലും ചെയ്യണമെന്ന് സാധിക്കണമെന്ന് പറഞ്ഞ് അവർ ജീവിക്കുന്നതാണ്. അവർ ഡ്രസ്സ് എങ്ങനെ ഉണ്ട് അങ്ങനെ ആവട്ടെ. നമ്മുടെ കുടുംബത്തിലെ കയറി നമ്മളെ ഒന്ന് പറയാൻ നേരത്ത് 4 പേർ പറയട്ടെ, ഒരാൾ പറയട്ടെ, നമ്മുടെ ജീവിതത്തെ പറ്റി ഒരാൾ പറയട്ടെ. നമുക്ക് സഹിക്കാൻ പറ്റില്ല, താങ്ങാൻ പറ്റില്ല എന്നങ്ങനെ പറഞ്ഞാലോ നമ്മൾ വെറുതെ വിടൂല അല്ലേ. അപ്പോൾ അത് കാരണം ഭരണമൊക്കെ പിടിച്ച് വെച്ച് നമ്മൾ ഒന്നും പറയേണ്ട കാര്യമില്ല. അവരുടെ ജീവിതമായിട്ട് മുമ്പോട്ട് പോട്ടെ, നിങ്ങളുടെ ജീവിതമായിട്ട് മുമ്പോട്ട് പോക്കോ. നമ്മൾ മറ്റുള്ളവരെ ദ്രോഹിക്കാനും പോകണ്ട. പിന്നെ നമുക്ക് ഒന്ന് വരാൻ നടത്താൻ അത് നമ്മൾക്ക് ബുദ്ധിമുട്ട് എന്താണെന്ന് മനസ്സിലാവുള്ളൂ. അപ്പോൾ അത് കാരണം കുറച്ചൊക്കെ നിങ്ങൾ ക്ഷമിക്കുക.
അവർക്ക് അവർ ചെയ്യുന്നതിന് അവർക്കറിയാം എന്താ ചെയ്യുന്നതെന്ന് എന്താണ് അറിയുന്നത്. നമ്മൾ പോയി നന്നാക്കാൻ പറ്റുമോ? ഇല്ല. നമ്മുടെ കാര്യം നമ്മൾ നന്നാക്കുക. അത് കഴിയുമ്പോൾ അടുത്തവരുടെ കാര്യം തന്നെ നന്നായിക്കോളും എന്നൊക്കെ വിചാരിക്കുക. അപ്പോൾ അത് കാരണം നമുക്ക് എല്ലാവർക്കും പ്രാർത്ഥിക്കാനേ ഉള്ളൂ. ഇപ്പോൾ വേറെ ഒന്നും നിവൃത്തിയില്ല. അപ്പോൾ പ്രാർത്ഥിക്കാൻ, മറ്റുള്ളവരെ കളിയാക്കാതിരിക്കുക, അവരുടെ ആരോഗ്യം ശരിയാവട്ടെ.